ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിതാ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുട്ടയിടുന്ന കുറച്ച് കോഴികളെയും അതേപോലെ ഇവരെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂട്ടിൽ വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ എന്താ പറയുക, നമ്മളെ ഉടുമ്പാശാൻ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് കോഴിയുടെ ഒച്ചപ്പാട് കേക്ക് നമ്മൾ കൂട്ടിലെത്തിപ്പെടും കേട്ടോ. അപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ കോഴിമുട്ട നമ്മുടെ ഉടുമ്പിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി നമ്മുടെ രാവിലെ കൂട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കൂട്ടിലെത്തും. കോഴിക്ക് പൊരുത്തായിട്ടുണ്ട്. പിന്നെ ഇത് അവളുടെ മുട്ടയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ 2 കോഴിമുട്ട ആരോ ഇട്ട് വെച്ച് പോയതാട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിയട്ടെ അടവെക്കാൻ. ഇപ്പം എന്തായാലും അടവെക്കുന്നില്ല. ഇവർ 2 ദിവസം ഇങ്ങനെ കിടക്കും കേട്ടോ. ഇങ്ങനെ കിടന്ന് ഇനി കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ പൂവന്മാരൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് ഇതായിക്കോളും. പിന്നെ പെട്ടെന്ന് തന്നെ അവർ അടുത്ത മുട്ടയിടാൻ തുടങ്ങും കേട്ടോ. ഇതൊക്കെ ഇവരൊക്കെ എന്താ പറയുക, കന്നിപ്പടകളായിരിക്കും. കന്നിപ്പടയെല്ലാം കന്നിപ്പടയായിരിക്കും. ഇതിലിപ്പോൾ ഇതേപോലത്തെ കുറച്ച് കോഴികൾ വേറുണ്ട്. ഇതേപോലെ താടിക്കോഴികൾ, ഇതൊക്കെ മക്കളാട്ടോ. ഉടുമ്പ് വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ടയിടാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. നമ്മൾ കൂടിൻ്റെ മേലെ ഇതേപോലെ പെട്ടിയൊക്കെ വെച്ച് കൊടുക്കാനും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിനിട്ടാട്ടെ ഈ ഒരു വല നമ്മൾ അമ്പലത്തിൽ ആ പരിപാടിക്ക്. പിന്നെ ഞാൻ വൈകുന്നേരം ആകുന്ന സമയത്ത് ഞാനിത് ആണിമേൽ അവിടെ കൊളുത്തിയിടും. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ കോഴികളൊക്കെ ഇതിൻ്റെ മേലെ കയറി അവിടെ അങ്ങിരിക്കും. പിന്നെ പണിയാട്ടോ. പിന്നെ നമ്മൾ കൂട്ടിലൊന്നും മുട്ടില്ല. ചില കോഴികളൊക്കെ കൂട്ടിൽ കയറി മുട്ടയിടും. അല്ലാത്ത ചില കോഴികൾ ഇതേപോലെ പെട്ടിയിലൊക്കെ കയറി മുട്ടയിടുന്ന ആൾക്കാരാട്ടോ. ഈ കൂട്ടിലേക്കാണ് നമ്മളിനി കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞാൽ കൂടൊന്ന് റെഡി ആക്കണം. എന്നിപ്പോൾ മഴയൊക്കെ ആയില്ല, ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവരെയും കൂടി ഒന്ന് കാണിച്ചു തരാം. രണ്ട് മുട്ടുണ്ട്. ഇത് ഒക്കെ പൊരുത്തായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും പൊരുത്തായിട്ടുണ്ട്. ഇതിൽ 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. ഞാൻ ഇവക്കാട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞേ കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങൾ വന്നെന്നുള്ളത്. അപ്പോൾ ഇവക്കാട്ടോ വെച്ചത്. പക്ഷേ അധികാരം കാണിച്ചതാണ് ഇവളും കൂടി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 7 മുട്ടയാട്ടോ വെച്ചത് ഞാൻ. നമുക്കിപ്പോൾ എത്ര എണ്ണം ഉണ്ട് നോക്കാം. പുറത്തേക്ക് ഇറക്കിയില്ലെങ്കിൽ നോക്കാൻ പറ്റില്ല. 2, 4, 6, 8 എണ്ണമായി. ഒന്നിപ്പം ആരോ വന്നിട്ടിട്ടുണ്ട്. ഇത് പുതിയ മുട്ടയാട്ടോ. ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ക്രയോൺസിനെ കൊണ്ട് മാർക്ക് ചെയ്യലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കോയിനൊക്കെ ഇതാക്കുന്ന പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെടിച്ചടിച്ച് നോക്കിയപ്പം 2 കോഴിമുട്ട കേടായിട്ടോ. പിന്നെ അതിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഒന്നും കൂടി മനസ്സിലാവുമല്ലോ. 2 മുട്ട കേടുണ്ട്. ഇനി 5 എണ്ണം ഉണ്ട് കേട്ടോ. എന്തായാലും ഇവരെ കോഴിമുട്ടയും കൂടി എടുക്കട്ടെ. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളാവും. പിന്നെ നമുക്ക് ഉപകാരപ്പെടില്ല. ഇപ്പം എന്തായാലും ഇനി കുറച്ചും കൂടി കേട്ടെ. ഇനി എന്നിട്ട് അട വെക്കാലോ എന്ന് വിചാരിച്ച്. ഇനി ഇവളടുത്ത് ഒന്നും കൂടി ഉണ്ട്, അതുകൊണ്ട് എടുക്കാം. ഇത് ഞാൻ കേട് വന്ന മുട്ട മാറ്റി വെച്ചിട്ട് അത് തോണ്ടി എടുത്തു കൊണ്ടുപോകാൻ നിൽക്കുക. ഇവരൊക്കെ ഇങ്ങനെ ഇട്ടാലെന്താ അറിയോ, പൊരുത്ത് മാറൂല. അതുകൊണ്ട്
ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പൊടിക്കും. ഇവിടെയും കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കും. ഇത് കുറച്ച് കോഴിമുട്ട ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ കിട്ടിയ മുട്ട. പിന്നെ നമ്മൾ കാവൽക്കാരനായിട്ട് നമ്മളെ അണ്ണാൻകുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മുട്ടയും കൂടി മാറ്റി വെക്കുന്നൊന്നുമില്ല, ഇത് നാളെ ഒരു കൂട്ടര് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് 10 എണ്ണമൊക്കെയാണ് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇടുന്ന കോഴിമുട്ട വേറെ അങ്ങനെ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ള കോഴിമുട്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്ത കോഴിമുട്ടയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ. വേഗം കോഴിമുട്ടയൊക്കെ കൂട്ടിൻ്റെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിൻ്റെ മേലെ അവിടെ കൊണ്ടുപോയി വെക്കും കേട്ടോ. ഇതാട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ കോഴിമുട്ട 7 എണ്ണം. 2 കോഴികൾ നമ്മുടെ അകത്ത് അവിടെ എവിടെയോ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഉണ്ടോയെന്ന് പോയി നോക്കണം. ഇപ്പോൾ ഇത് ഒരുപാട് ദിവസത്തെ വ്യത്യാസമൊന്നുമില്ലല്ലോ, 2 ദിവസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല. ഒരുപാട് ദിവസമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ചിലവരൊന്നും ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ട അങ്ങനെ ആയിട്ട് വാങ്ങാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇത് ഇന്നലെ ഇന്നുമായിട്ടുള്ള കോഴിമുട്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.